ഹായ് ഫ്രണ്ട്സ്, ജെമിനി പോയിന്റ് വരാനിരിക്കുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞതും അതുപോലെ രവീന്ദ്രന്റെ കാല് വയ്യാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അച്ചമ്മ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തിരികെ പോകാനുള്ള ആ ഒരു സമയമാകുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇത്രയും വേഗം അങ്ങ് പോയാൽ മതിയായിരുന്നു, ഇവിടെ 2 ദിവസത്തേക്കാൾ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം കണക്കാം. അപ്പൊ അത് കേൾക്കുന്ന ശ്രുതി ഉടനെ ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന്. അപ്പൊ ചന്ദ്രമതി ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുന്നു, നീ കേട്ടതല്ലേ അതും ഇതും ഒക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഹർഷയുടെയും ശ്രുതിയുടെയൊക്കെ മുമ്പിൽ ഞാൻ ആകെ നാണം കെട്ടുപോയടാ. ഇനിയും അവരിവിടെ നിന്നിട്ടുണ്ടെങ്കിലേ അവർക്ക് എന്നെ യാതൊരു വിലയുണ്ടായിരിക്കില്ല. എന്തായാലും പോവാന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് സമാധാനമായി എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയോട്. അപ്പൊ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അച്ചമ്മ മുന്നിലേക്ക് വരുന്നത്. എന്നിട്ട് ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നിനക്ക് ഇത്ര വലിയ സന്തോഷം, ഞാൻ പോകുന്നെന്ന് ഓർത്തിട്ടാണോ? അപ്പൊ ചന്ദ്രമതി എളിമയോട് പറയും, അല്ല അമ്മേ, കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാകുമെന്ന് ഞാൻ ഇവനോട് പറയുമായിരുന്നു. അപ്പൊ അച്ചമ്മ പറയും, അതെ നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് അറിയാമല്ലോ, നീ ചിന്തിക്കുന്നത് എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ദ്രൻ ഏതായാലും പറയുന്നുണ്ട്, അമ്മ ഇത്ര പെട്ടെന്ന് പോകണ്ടായിരുന്നു. അത് പിന്നെ മോനെ, എനിക്ക് അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടടാ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? വർഷയും അച്ചമ്മയെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ പോകണ്ട എന്ന് പറഞ്ഞിട്ട്. അച്ചമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതുവരെ ഒരച്ചമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, ഇപ്പോഴാണ് എനിക്കൊരു അച്ചമ്മയെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയെ സോപ്പിടുന്നുണ്ട്. ചന്ദ്രയും കൂടെ പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, അച്ചമ്മയ്ക്ക് അവിടെ ഒരുപാട് പണികളൊക്കെ ഉള്ളതല്ലേ, ഇവിടെ നിന്ന് എങ്ങനെയാ ശരിയാവുക? അപ്പൊ ഇതെല്ലാം കേട്ട് നിന്നിരുന്ന സച്ചി ആ സമയത്ത് പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മയോട്, കണ്ടോ അച്ചമ്മയെ, അമ്മയുടെ സ്വഭാവം മാറിയത് കണ്ടോ? ഇത്രയും നേരം പറഞ്ഞു അച്ചമ്മ പോകണ്ടെന്ന്, ഇപ്പൊ പറയുന്നു അവിടെ ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് പൊയ്ക്കോളാൻ. അപ്പ തന്നെ മനസ്സിലാക്കിക്കൂടെ അമ്മയുടെ മനസ്സിലിരിപ്പ്. ഏതായാലും അച്ചമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തന്നെ തുടങ്ങുകയാണ്. ഇതിനിടയ്ക്ക് സച്ചി അച്ചമ്മയെ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ചമ്മ വേണ്ടെന്ന് പറയുകയാണ് സച്ചിയോട്. ഞാൻ ബസ്സിൽ പൊക്കോളാന്ന് പറയുന്നു. ഉടനെ സച്ചി അച്ചമ്മയോട്, അതെന്താ അച്ചമ്മ അങ്ങനെ പറഞ്ഞത്? അച്ചമ്മ എനിക്ക് വാങ്ങിത്തന്ന വണ്ടിയല്ലേ, അപ്പൊ പിന്നെ ഞാൻ കൊണ്ടുപോയി വിട്ടാൽ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചമ്മ സച്ചിയോട് പറയും, ഞാൻ നിനക്ക് വണ്ടി വാങ്ങി തന്നുവെന്ന് ശരിയാ, പക്ഷെ നിനക്ക് വേറെ എന്തൊക്കെ ചെലവുകളുണ്ട്. വണ്ടിയിൽ എണ്ണ അടിക്കണം, ആ എണ്ണയുണ്ടെങ്കിൽ ഇവിടെ നിനക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടില്ലേ? പക്ഷെ സച്ചി ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. എനിക്ക് അച്ചമ്മ വാങ്ങി തന്ന വണ്ടിയിൽ അച്ചമ്മയെ കൊണ്ടുവിടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം, അത് ഞാൻ കൊണ്ടുപോയി വിടുമെന്ന് തന്നെ പറയുന്നു. ഈ സമയം രവിയും അമ്മയുടെ കൂടെ പോകാം, ഞാൻ 2 ദിവസം അവിടെ പോയി നിന്നിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര അതിനെ സമ്മതിക്കുന്നില്ല കേട്ടോ. കാലിന് വയ്യാത്തതല്ലേ, നീ ഇത്രയും ദൂരം ട്രാവൽ കൂടെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കാണുന്ന അച്ചമ്മ, എന്താ ഭർത്താവിനോടുള്ളൊരു സ്നേഹം, ആരും കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് തന്നെ പറഞ്ഞിട്ട് അച്ചമ്മ പോകാൻ തുടങ്ങുകയാണ്. ഇതിയോട് മോളെ മറക്കണ്ടാട്ടോ, എന്തായാലും അങ്ങോട്ടേക്ക് വരണം. ശേഷം രേവതി അന്വേഷിക്കുമ്പോൾ രേവതിയെ കാണുന്നില്ല. ഇവിടെ പോയി രേവതിയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രേവതിയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട് അച്ചമ്മ. ചന്ദ്രമതി ഈ സമയം പറയുന്നുണ്ട് കേട്ടോ, എന്തിനാണ് അച്ചമ്മ രേവതിയുടെ മുറിയിലോട്ട് പോയത്, എന്താ ഇത്രയ്ക്കും സംസാരിക്കാനെന്നൊക്കെ. പക്ഷെ രവീന്ദ്രൻ, എന്റെ ചന്ദ്രയെ അവരെന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോട്ടെ, അവളോട് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും, നീ എന്തിനാ അതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നതെന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്. ഏതായാലും അച്ചമ്മ രേവതിയുടെ മുറിയിലെത്തുന്നു. രേവതിയാണെങ്കിൽ അച്ചമ്മയ്ക്ക് വേണ്ടി ഒരു പുതപ്പ് എടുക്കുകയായിരുന്നു, കാരണം യാത്ര പോകുന്നതല്ലേ, അച്ചമ്മയ്ക്ക് തണുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതിയിട്ട്. അതിനുശേഷം അച്ചമ്മ രേവതിയോട് സച്ചിയെ പറ്റിയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. സച്ചിക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. രേവതി ആദ്യം ഇല്ലെന്നൊക്കെ പറയും, പക്ഷെ അച്ചമ്മ അത് വിശ്വസിക്കുന്നില്ല. എന്നോട് കള്ളം പറയണ്ട, നീ പറ എന്താ കാര്യമെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അച്ചമ്മേ, ഒന്നുമില്ലാതെ പിന്നെ എങ്ങനെയാ നിന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ കിടക്കുന്ന എവിടെയാന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ അലമാരയിൽ ഊരി വെച്ചിട്ടുണ്ടെന്നേ. പക്ഷെ അച്ചമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് രേവതി കള്ളം പറയുകയാണെന്ന്. എന്നിട്ട് രേവതിയോട് പറയും, നീ എന്തിനാ മോളെ എന്നോട് കള്ളം പറയുന്നത്, എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. ആലി വരെ നീ അലമാരയ്ക്കുള്ളിൽ ഊരി വെക്കുകയോ? ഇല്ലല്ലോ. ഇനി പറ എന്താ പ്രശ്നം? അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ, ഞാൻ പൈസ തരില്ല. എന്താണെങ്കിലും പറ മോളെ, നീ എന്തിനാ അവന് ആഭരണങ്ങളൊക്കെ ഊരി കൊടുത്തത്, എന്നോട് പറ എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ്, ഞങ്ങൾക്ക് കടങ്ങളൊന്നുമില്ല അച്ചമ്മേ, സച്ചിയേട്ടൻ എൻ്റെ മാല ഊരി വാങ്ങിച്ചിട്ടുമില്ല. ഉടനെ അച്ചമ്മ, പിന്നെ എന്താ സംഭവം മോളെ, നീ പറ, എന്താ നിനക്കിത്ര പറയാൻ ഇത്ര മടി? അങ്ങനെ ഒടുവിൽ രേവതി എല്ലാ കാര്യങ്ങളും അച്ചമ്മയോട് തുറന്നു പറയുകയാണ്. അതായത് ഈ ചന്ദ്രമതി രവീന്ദ്രനെ പറ്റി ഒരിക്കൽ മോശമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ അത് ഊരി കൊടുക്കുമായിരുന്നു. എല്ലാ ആഭരണങ്ങളും ഞാൻ അമ്മയ്ക്ക് ഊരി കൊടുത്തു. അച്ചമ്മയ്ക്ക് കാര്യം പിടികിട്ടുന്നില്ല, അതിന് നീ എന്തിനാണ് അവൾക്ക് ആഭരണങ്ങളെല്ലാം ഊരി കൊടുത്തത്? എൻ്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച ആഭരണം അവൾക്ക് എന്തിനാ നീ കൊടുത്തത്, അത് നീയല്ലേ അണിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അതും പോട്ടെ, അവളിവിടെ 100 പവനുമായിട്ടാണോ ഈ വീട്ടിലേക്ക് കയറി വന്നത്? ചന്ദ്രമതിയോട് ഇതൊന്നും ചോദിക്കാൻ ഈ വീട്ടിൽ ആരുമില്ലേ എന്ന്. ഞാനൊന്ന് പോയി ചോദിക്കട്ടെ, അമ്മയോട് ഇതൊന്നും പറഞ്ഞ് ചോദിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോ അമ്മയോട് ഇത് ചോദിക്കാൻ ചെന്നാൽ അച്ഛൻ അത് കേട്ട് വിഷമമാകും, പിന്നെ അച്ഛന് വീണ്ടും വയ്യാതാവും. അച്ചമ്മയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ
ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ട് നിന്റെ ഭർത്താവായ സച്ചി ഒന്നും പറഞ്ഞില്ലേ, ചന്ദ്രമതിയെ ചോദ്യം ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മേ ഞാൻ തന്നെ ഇതിനെപ്പറ്റിയെല്ലാം അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്, പിന്നെ സച്ചിയേട്ടൻ എന്താ പറയേണ്ടത്. ഏതായാലും അച്ചമ്മ സച്ചിയും കൂടെ വിളിച്ചു വരുത്തുകയാണ് അവിടേക്ക്. ഇതേസമയം ചന്ദ്ര ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. അച്ചമ്മയും രേവതിയും തമ്മിൽ സംസാരിക്കുന്നതിനെ പറ്റിയും സച്ചിയെ വിളിച്ചതും അങ്ങനെയെല്ലാം. എന്നിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് ചന്ദ്രമതി, ഇനി അമ്മ പറഞ്ഞതുപോലെ ആ സ്ഥലം മൊത്തം അവരുടെ പേരിൽ എഴുതി വെക്കാനാണോ അവർ ഭാവിക്കുന്നത്? അപ്പൊ ശ്രുതി പറയും, പറയാൻ പറ്റില്ല അമ്മേ, ചിലപ്പോ അത് തന്നെയായിരിക്കും അച്ചമ്മയുടെ പ്ലാൻ എന്ന് ശ്രുതി അഭിപ്രായം പറയുന്നു. ഇവിടെ സച്ചിയെ കാണുമ്പോഴാണെങ്കിൽ അച്ചമ്മ സച്ചിയുടെ മുഖത്തിന് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ കാണിച്ചത്? ഇവളുടെ ആഭരണങ്ങളൊക്കെ ഇവള് ഊരി കൊടുക്കുന്ന സമയത്ത് നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അപ്പൊ സച്ചി ചോദിക്കും, ഞാൻ എന്താ അച്ചമ്മയെ പറയേണ്ടത്? ഇവള് തന്നെ വിറപ്പിക്കുകയല്ലായിരുന്നോ ഇവിടെ? അമ്മയ്ക്ക് നല്ല ഡോസ് ഇവള് തന്നെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഞാനും കൂടെ പ്രത്യേകം എന്താ പറയേണ്ടതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ആ സമയം ഒന്നും മിണ്ടാതിരുന്നത്. ഉടനെ അച്ചമ്മ പറയും, എന്ന് കരുതിയിട്ട് അവൾക്ക് ആഭരണങ്ങളൊക്കെ ഊരി കൊടുക്കുകയാണോ വേണ്ടത്? എൻ്റെ പേരക്കുട്ടി ഒരു താലിമാല പോലും ഇടാതെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എത്രത്തോളം വിഷമമുണ്ടെന്നറിയോ? നിനക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ പൈസ തരാടാ. ഇനി അത് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതുമില്ലെങ്കിൽ നീ ഒരു താലിയെങ്കിലും ഇവൾക്ക് മേടിച്ച് കൊടുക്ക്. അതിനുള്ള പൈസയെങ്കിലും നിന്റെ അടുത്ത് ഇല്ലെന്ന് ചോദിക്കുകയാണ് അച്ചമ്മ. പക്ഷേ സച്ചി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന്. എന്തായാലും സച്ചിയുടെ ആ നിസ്സഹായാവസ്ഥയൊക്കെ മനസ്സിലാക്കുന്ന അച്ചമ്മയാണെങ്കിൽ ചിട്ടി കിട്ടിയ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്നും അത് വാങ്ങിച്ചുകൊണ്ട് പോവാനും സച്ചിയോട് പറയുകയാണ്. ആ കാശുകൊണ്ട് നീ ഇവൾക്ക് വേണ്ട ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും ഉപദേശിക്കുമ്പോൾ രേവതി ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട അച്ചമ്മയെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സച്ചിയേട്ടൻ തന്നെ എനിക്ക് മാലയും അതുപോലെ താലിയും ഒക്കെ വാങ്ങി തരുമെന്ന്. അങ്ങനെ വാങ്ങി തന്നാൽ മതിയെന്ന് രേവതി അച്ചമ്മയോട് പറയുകയാണ് കേട്ടോ. സച്ചിയും അച്ചമ്മയോട് പറയുന്നുണ്ട്, അതേ അച്ചമ്മേ, ഇവിടെ ശപഥം ചെയ്തിരിക്കുകയാണ് ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ അവൾക്ക് എല്ലാം പതിയെ വാങ്ങിച്ചു കൊടുത്തോളാം. ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ട് അച്ചമ്മ ചിരിക്കുന്നുണ്ട് കേട്ടോ. അച്ചമ്മ ഒന്ന് തണുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഏതായാലും ചന്ദ്രയെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, വീട്ടിലോട്ടൊന്ന് വരട്ടെ, അപ്പം ഞാൻ അവൾക്ക് വേണ്ടതുപോലെ കൊടുത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ചമ്മ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് രവീന്ദ്രൻ ശ്രീകാന്തിനോടും വർഷയോടും അച്ചമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവർ ചെയ്യുന്നു. ശേഷം കുറച്ച് പൈസ ശ്രീകാന്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ശ്രുതി ഇത് കണ്ട് ഞങ്ങൾക്ക് വേണോ അനുഗ്രഹം എന്ന് പറഞ്ഞ് വേഗം ശ്രുതിയെയും കൂട്ടി അച്ചമ്മയുടെ കാലിൽ വീഴുകയാണ്. ശ്രുതിക്കും കൊടുക്കുന്നുണ്ട് അച്ചമ്മ കുറച്ച് പൈസ. അതിനുശേഷം ശ്രുതിയോടായിട്ട് അച്ചമ്മ ഉപദേശിക്കുന്നുണ്ട്, മോളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോകണം, നിന്റെ അമ്മായിയമ്മയെ കണ്ട് നീ പഠിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിക്ക് നല്ല താങ്ങുന്നുണ്ട് അച്ചമ്മ. പിന്നീട് രേവതിയെ കണ്ട് പഠിക്കാനും അങ്ങനെ ചെയ്താൽ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകൾ നീയായിരിക്കും എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്ന ചന്ദ്രമതിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. വൈകാതെ അച്ചമ്മ അവരോടെല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. പിന്നീട് ചന്ദ്രമതി രവീന്ദ്രനെ സോപ്പിടാനായിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് രവീന്ദ്രന് കൊണ്ട് കൊടുക്കുകയാണ്. പാലാണെന്ന് പറഞ്ഞ് രവീന്ദ്രന് ചന്ദ്രമതി അത് കൊടുക്കുന്ന സമയത്ത്, നീ ഇതും കൊണ്ടുപോയി മക്കൾക്ക് കൊടുക്ക്, അവരല്ലേ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നത്, അവർക്ക് കൊടുക്ക്, ഞാനിവിടെ ചുമ്മാ ഇരിക്കുമല്ലേ. അപ്പൊ ചന്ദ്രമതി പറയും, വേണ്ട അമ്മ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളെ ഞാൻ നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വയ്യായിക വന്നത് എന്ന്. അപ്പൊ ഇനി നോക്കാന്ന് കരുതി അതിനാണ് പാല്. അമ്മ പറഞ്ഞതുകൊണ്ടായിരിക്കും ഈ പാല്, അല്ലാതെ നീ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് തരില്ലെന്ന് എനിക്കറിയാം. അതിനുശേഷം എല്ലാവർക്കും ഒരുമിച്ച് അച്ചമ്മയെ കാണാൻ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് രവീന്ദ്രൻ. എങ്കിലേ അമ്മയുടെ പിണക്കമൊക്കെ ശരിക്കും മാറാൻ ചാൻസ് ഉള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാമെന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞു. അതിനോട് അനുകൂലിക്കുന്നുണ്ട് ചന്ദ്രമതിയും. ശ്രുതിയോടും ആണെങ്കിലും ഇക്കാര്യം പറഞ്ഞപ്പോൾ അവരും വരാമെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും രവീന്ദ്രൻ ചന്ദ്രമതി അവിടെ നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ നമ്മുടെ വർഷ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബാറ്റൊക്കെ പിടിച്ച് അവിടെ എത്തിയിട്ടുണ്ടാവുക. ഇറക്കമില്ലാത്തൊരു ടോപ്പും ഒച്ചൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വർഷ വരുന്നത്. അപ്പോൾ വർഷയെ കാണുന്ന രവീന്ദ്രനാണെങ്കിൽ ഒന്ന് തല തിരിക്കുന്നുണ്ട്. പിന്നെ ആ തല അവിടുന്ന് മാറ്റുന്നുമില്ല. ചന്ദ്രമതിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എന്തോ പോലെയാവുന്നു. എന്നിട്ട് വർഷയോട് എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ ഇവിടേക്ക് നിറയെ കൊതുക, അതിനെ കൊല്ലാനാ. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്ന് കൊതുകിനെ കൊന്നു നടക്കുകയാണ് വർഷ. ചന്ദ്രമതിയാണെങ്കിൽ വർഷയോട് പറയുന്നുണ്ട് കേട്ടോ, ഇപ്പൊ നീ കൊതുകിനെ ഒന്നും കൊല്ലാൻ നിൽക്കണ്ട, വേഗം റൂമിലോട്ട് കയറി പൊക്കോ. പക്ഷെ വർഷയാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. ശേഷം രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, അങ്കിളെ ഒന്ന് മാറി നിന്ന്, അങ്കിളുടെ ഇവിടെയൊക്കെ കൊതുകുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഹോളിൽ കിടക്കുന്ന കട്ടിൻ്റെ മീതെയും ടേബിളിൻ്റെ മുകളിലും ഒക്കെ വലിഞ്ഞ് കയറുന്നുണ്ട്. അതേസമയം ചന്ദ്രമതി വർഷയോട് ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. ശേഷം വർഷയെ മാറ്റി നിർത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, മോൾക്ക് തണുക്കുന്നില്ലേ, ഇപ്പത്തെ നല്ല തണുപ്പുള്ള സമയമല്ലേ, അല്ല പാൻറ്റൊക്കെ ഇട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തണുക്കുന്നൊന്നുമില്ല ആൻറ്റി, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോൾക്കൊരു പാൻറ്റൊക്കെ ഇട്ടൂടെ, ഇവിടെ അച്ഛനൊക്കെ ഉള്ളതല്ലേ. പുതിയപ്പോൾ ചന്ദ്രമതിയോട് പറയും, അങ്കിളുണ്ടെങ്കിൽ എന്താ, ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നടക്കാറ്,
അവിടെ അച്ഛനും അമ്മയും ഒന്നും എന്നോട് ഒന്നും പറയാറില്ല. അങ്കിൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്റെ അച്ഛന്റെ പോലെ തന്നെയല്ലേ എനിക്ക് അങ്കിളും എന്ന് പറയുകയാണ്. പക്ഷെ ചന്ദ്ര പിന്നെയും വർഷയോട് ഓരോന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് മാറ്റിയിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. സുധിയാണെങ്കിലും വർഷയുടെ ആ വേഷം കണ്ട് അന്തം വിട്ടു പോവുകയും അവിടെ നിന്ന് മാറിപ്പോകാനൊക്കെ നോക്കുന്നുണ്ട് ആകെ ചമ്മലോടെ. ചന്ദ്രമതിയാണെങ്കിൽ പിന്നെയും വർഷയെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ വർഷ പറയുന്നു, ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ വീട് പോലെ തന്നെയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? വൈകാതെ ശ്രുതിയും ഇതിനെപ്പറ്റി വർഷയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. രേവതിയും ഇതൊക്കെ അറിയുമ്പോൾ രേവതി വർഷയെ മാറ്റി നിർത്തി വർഷയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാം. ഒരു കാര്യം ഞാൻ പറയും, ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, വേറെ ആണുങ്ങളില്ലേ? അവര് കാണുമ്പോൾ ഇതൊക്കെ മോശമല്ലേ? മാത്രമല്ല അച്ഛനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണ്ടേ? അതുകൊണ്ടല്ലേ എന്നൊക്കെ രേവതി ഉപദേശിക്കുമ്പോൾ വർഷയ്ക്കാണെങ്കിലും തന്നെ മോശപ്പെടുത്തി സംസാരിക്കാതെ നല്ല രീതിയിൽ രേവതി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതുകൊണ്ട് തന്നെ പക്ഷെ രേവതി പറഞ്ഞത് കേൾക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്.